സാർ നമസ്കാരം. നമസ്കാരം. ഒരു വയലാറിൻ്റെ രണ്ട് വരി പാട്ടൊന്ന് പാടുന്നതുകൊണ്ട് വിരോധമുണ്ടോ? ഒരിക്കലുമില്ല, പാടിക്കോളൂ. ദൈവപുത്രന് വിധിയൊരുക്കുവാൻ സ്നാപക യോഹന്നാൻ വന്നു. അങ്ങനെയൊരു പാട്ട് വയലാർ എഴുതിയിട്ടുണ്ട്. അരനാഴിക നേരെ എന്ന ചിത്രത്തിന് വേണ്ടിയാണ് എന്നുള്ളതിൻ്റെ ഓർമ്മ. എന്തുകൊണ്ടത് ഇവിടെ പാടി എന്ന് ചോദിച്ചാൽ, BJPക്ക് വഴിയൊരുക്കുന്നതിന് വേണ്ടി സ്നാപക യോഹന്നാൻ്റെ വേഷം കെട്ടിയിട്ടാണോ ഇപ്പോൾ KC വേണുഗോപാൽ കേരളത്തിൽ ഇത്രത്തോളം ചില രാഷ്ട്രീയ നാടകങ്ങൾ അല്ലെങ്കിൽ കോൺഗ്രസിനകത്തുള്ള രാഷ്ട്രീയ ധ്രുവീകരണങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ള ഒരു സംശയമാണ്. പറഞ്ഞു വരുന്നത്, കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ട് KC വേണുഗോപാൽ കേന്ദ്ര നിരീക്ഷകരായ മുകുൾ വാസ്നിക്, അജിത് മാക്കൻ എന്നുള്ളവർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് സ്വാധീനിച്ചുകൊണ്ട് ചില നാടകങ്ങൾ നടത്തുന്നു എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഇന്ന് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്നും ജനം തെരഞ്ഞെടുത്ത് വിട്ട 63 കോൺഗ്രസ് MLA-മാരിൽ നിന്നും VD സതീശനെ പോലെ, രമേശ് ചെന്നിത്തലയെ പോലെ, K മുരളീധരനെ പോലുള്ള, തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള തലമുതിർന്ന പ്രവർത്തന പാരമ്പര്യ പരിചയമുള്ള നേതാക്കളെ ആരെയും മുഖ്യമന്ത്രിയാക്കാൻ തുനിയാതെ രാഹുൽ ഗാന്ധിയും ഹൈക്കമാൻഡും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ ആദ്യം പാടിയ പാട്ടിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. പാട്ട് ഭംഗിയായി പാടാൻ സാധിച്ചില്ല, ആ വരികളാണ് ഞാൻ ഉദ്ദേശിച്ചത്. BJPയുടെ വരവിന് വേണ്ടി സ്നാപക യോഹന്നാൻ എങ്ങനെയാണോ യേശുവിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടി പ്രചാരവേല നടത്തിയത്, സുവിശേഷ പ്രചരണം ആരംഭിച്ചത്, അതുപോലെ BJPയെ കേരളത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള പ്രാരംഭ ജോലികളാണ് ഒരു പ്രവാചകൻ്റെ സ്നാപക യോഹന്നാൻ്റെ ജോലി പോലെ ഒന്നാണ് ഇവിടെ KC വേണുഗോപാൽ എടുത്തിട്ടുള്ളത് എന്ന് വേണം പറയാൻ. സാർ എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? അതായത് ഇത്തവണ KC വേണുഗോപാലിനെ ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് അംഗീകരിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ചെയ്യേണ്ടി വരും. എന്താണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആലപ്പുഴ MP സ്ഥാനം അദ്ദേഹം രാജിവെക്കണം. MP സ്ഥാനം രാജിവെച്ചാൽ അവിടെ മത്സരം വരും, ഉപതെരഞ്ഞെടുപ്പ് വരും. അതോടൊപ്പം തന്നെ ഉപതെരഞ്ഞെടുപ്പ് മറ്റൊരു സ്ഥാനാർത്ഥിയെ, MLA ആയി ജയിച്ച സ്ഥാനാർത്ഥിയെ രാജിവെച്ച് അവിടെ മത്സരിക്കണം. രണ്ട് കാര്യങ്ങളാണ് നടത്തേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ നടത്തുന്നത് വഴി ഇവിടെ നടത്താൻ പോകുന്നത്, ജനങ്ങൾ ഇത് തിരിച്ചറിഞ്ഞ്, ഇവിടെ ജയിപ്പിച്ച 63 MLA-മാരും ഉണ്ടായിട്ടും അതിൽ കഴിവുള്ള ആളുകളുണ്ടായിട്ടും അതിന് നേതൃത്വം കൊടുത്ത VD സതീശൻ ഉണ്ടായിട്ടും, കൂടാതെ രമേശ് ചെന്നിത്തല ഉണ്ടായിട്ടും, കൂടാതെ മുരളീധരൻ ഉണ്ടായിട്ടും, അതേപോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ പോലുള്ള ആളുകൾ ഉണ്ടായിട്ടും, ഡൽഹിയിൽ നിന്ന് ഒരാളെ ഇറക്കിക്കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവരികയും എന്നിട്ട് അദ്ദേഹത്തെ മത്സരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ജനങ്ങൾ കോവർ കഴുതകളല്ല. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല ഇത്തവണ കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ളത്, BJP പ്രവർത്തകർ വോട്ട് ചെയ്യുന്നുണ്ട്, നിഷ്പക്ഷരായ വോട്ടുകൾ ചെയ്തിട്ടുണ്ട്, അതോടൊപ്പം CPM പ്രവർത്തകരും വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും തന്നെ തീരുമാനിക്കുകയാണ് ഇത്തവണ ലോക്സഭയിലേക്കുള്ള ഇലക്ഷനിൽ. കഴിഞ്ഞ തവണ ആലപ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് 3 ലക്ഷത്തോളം വോട്ട് പിടിച്ച ശോഭാ സുരേന്ദ്രനെ വിജയിപ്പിക്കാം എന്ന് തീരുമാനിച്ചാൽ അവിടെ തീരും കോൺഗ്രസിൻ്റെ എല്ലാ കണക്കുകൂട്ടലും, രാഹുൽ ഗാന്ധിയുടെ എല്ലാ കണക്കുകൂട്ടലും, അതേപോലെ KCയുടെ അഭ്യാസങ്ങളും. ചിലപ്പോൾ KC തന്നെ ആയിരിക്കാം ചിലപ്പോൾ അങ്ങനെ ഒരു ലക്ഷ്യമിടുന്നത്. KC തന്നെ ലക്ഷ്യമിടുകയാണ് BJP ജയിച്ചു വരട്ടെ. അതോടൊപ്പം KC മനസ്സിലാക്കേണ്ട കാര്യം, കോവർ കഴുതകളല്ല. അദ്ദേഹം ആലപ്പുഴയിൽ നിന്നാണ് മത്സരിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇരിക്കൂറിൽ നിന്നാണ് മത്സരിക്കുന്നതെങ്കിൽ, ഇന്നലെ ഇരിക്കൂറിലാണ് ഏറ്റവും വലിയ പ്രകടനം നടത്തിയത്. അവിടെ ശക്തമായ രൂപത്തിൽ പ്രതിഷേധം നടക്കുന്നതിൻ്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അത്തരം സാഹചര്യത്തിൽ ഈ രണ്ട് സ്ഥലത്ത്, ഒന്ന് ലോക്സഭയിലേക്കുള്ള ഇലക്ഷനിൽ BJP മത്സരിക്കുകയും നരേന്ദ്രമോദിയും അമിത്ഷായും അടക്കമുള്ള ആളുകൾ കൃത്യമായി വരികയും, ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിരം പരിപാടി, കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത പാർട്ടിയാണെന്ന് കൃത്യമായി പ്രചരിപ്പിക്കുകയും ചെയ്താൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പിണറായി വിജയനെ തോൽപ്പിക്കാൻ തയ്യാറായ ജനങ്ങൾ KC വേണുഗോപാലിനെയും തോൽപ്പിക്കും. അങ്ങനെ KC വേണുഗോപാലിന് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ KC വേണുഗോപാലിനെ തലയിൽ കയറ്റി കൊണ്ടെടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശമൊന്നും കേരളത്തിലെ ജനങ്ങൾക്കില്ല. നമ്മൾ KC വേണുഗോപാലിനെ നല്ലൊരു രാഷ്ട്രീയ നേതാവായിട്ടും മന്ത്രിയാവാനും കഴിവുള്ള നേതാവായിട്ട് തന്നെയാണ് കാണുന്നത്. പക്ഷെ ഇവിടെ അനിതര സാഹചര്യം ഒന്നുമില്ലാതെ കെട്ടിയേൽപ്പിക്കപ്പെട്ട് ഇവിടെ ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുമ്പോൾ അതിനെ തിരിച്ചടി കൊടുക്കാനും ജനങ്ങൾ തയ്യാറാവും.
ഇക്കഴിഞ്ഞ ഇലക്ഷൻ തെളിയിച്ചിട്ടുള്ള എന്താ? രാജാവിനെ പോലെ വാണരുളിയ പിണറായി രാജാവിനെ പോലെ, മഹാരാജാവിനെ പോലെ നടന്നിരുന്ന പിണറായി വിജയനെ തോൽപ്പിച്ചതാരാണ്? രാജാവായി തീർന്ന ജനങ്ങളാണ്. അവരാണ് യഥാർത്ഥ രാജാവ് എന്ന് തെളിയിച്ചതാണ് ഈ ഇലക്ഷൻ. സാർ, അത് തന്നെയാണ് ഇതിൽ അപകടം. ഇപ്പോൾ സാറ് പറഞ്ഞത് തന്നെയാണ് അതിൽ അപകടം. കാരണം ഈ ആലപ്പുഴയിൽ നിന്ന് MP സ്ഥാനം രാജിവെക്കേണ്ടി വരും KC വേണുഗോപാലിന്. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ KC വേണുഗോപാലിനെതിരെ പാർലമെന്റിലേക്ക് മത്സരിച്ചത് ശോഭാ സുരേന്ദ്രൻ എന്ന BJPയുടെ കേരളത്തിലെ ഏറ്റവും കരുത്തുറ്റ സ്ഥാനാർത്ഥി തന്നെയാണ്. അവർ കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ BJP നേടിയ വോട്ടിനേക്കാൾ 1,12,000 വോട്ടാണ് ശോഭാ സുരേന്ദ്രൻ കൂടുതൽ നേടിയത്. ഏതാണ്ട് 3 ലക്ഷം വോട്ടിൻ്റെ അടുത്ത് അവർ നേടുകയുണ്ടായി. അങ്ങനെയെങ്കിൽ വീണ്ടും ആലപ്പുഴയിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ തീർച്ചയായും ഇപ്പോൾ മോദി തിരുവല്ലയിൽ വന്ന് അനൂപ് ആന്റണിക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ മോദി വീണ്ടും കേരളത്തിലേക്ക് ഒരിക്കൽ കൂടി വരികയാണെങ്കിൽ, സുരേഷ് ഗോപിയുടെ വിജയം ഉറപ്പിക്കാൻ വേണ്ടി മോദി വന്നതുപോലെ തീർച്ചയായും ശോഭാ സുരേന്ദ്രന് വേണ്ടി മോദിയും അമിത്ഷായും എല്ലാം കേരളത്തിൽ കളന്നിറയുകയാണെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ആലപ്പുഴയിലുണ്ടായാൽ തീർച്ചയായും BJP ആ സീറ്റ് തൂക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ, സാർ ഉൾപ്പെടെയുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് വലിയൊരു അപകടം. മാത്രമല്ല, ഇപ്പോൾ ഇരിക്കൂരിൽ കോൺഗ്രസിൻ്റെ സ്ഥിരം സീറ്റാണ്, കോൺഗ്രസ് അല്ലാതെ മറ്റാരും ജയിച്ചിട്ടില്ല. അല്ലെങ്കിൽ ആലപ്പുഴയിൽ തന്നെ KC വേണുഗോപാലിന് വലിയ സ്വാധീനമുണ്ടെന്ന് പറഞ്ഞാൽ അവിടെയും KC വേണുഗോപാൽ മത്സരിക്കുകയാണെങ്കിൽ സാറിൻ്റെ വാക്ക് കടം കൊണ്ട് പറയട്ടെ, ജനങ്ങളാരും മണ്ടന്മാരാണ് എന്ന്, വിഡ്ഢികളല്ല എന്നിവർ മനസ്സിലാക്കണം. അതായത് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടുകൂടി, ഛത്രചാമരങ്ങളോട്, പരിവാരങ്ങളോടുകൂടി വാണരുളിയ പിണറായി വിജയൻ എന്ന ഏക ഛത്രാധിപതിയെ പുറത്താക്കാൻ വേണ്ടി CPM-കാർ തന്നെ മറിച്ച് വോട്ടുകുത്തി എന്നുള്ള ചരിത്ര സാക്ഷ്യം നമ്മുടെ മുന്നിൽ നിൽക്കെ തീർച്ചയായും KC വേണുഗോപാലിനെ പോലെ ഒരു നേതാവിനെ, അധികാരമോഹിയായ ഒരു നേതാവിനെ കേരളത്തിൽ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുകൊണ്ട്, നേതാക്കളെയെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഭരണത്തിലേക്ക് വരാൻ താല്പര്യം കാണിച്ചൊരു നേതാവിനെ അട്ടിമറിക്കാൻ കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടേഴ്സിന് വലിയ താമസമൊന്നുമില്ല, രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വാർത്തയുടെ ആമുഖത്തിൽ വയലാറിൻ്റെ 2 വരി പാട്ട് പറഞ്ഞത്. പാടിയെന്ന് പറയുന്നില്ല. ദൈവപുത്രന് വീതിയൊരുക്കുവാൻ വേണ്ടി സ്നാപക യോഹന്നാൻ വന്നതുപോലെ KC വേണുഗോപാൽ മോദിക്ക്, BJPക്ക് വീതിയൊരുക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കേരളത്തിലേക്ക് വന്നത് എന്ന് പറയേണ്ടി വരും. വലിയൊരു അപകടം ഇതിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്നു. അതായത് പയ്യന്നൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രത്തിൽ കഴിഞ്ഞ തവണ 50,000 വോട്ടിന് ജയിച്ച സ്ഥലത്ത് അവിടെ ജനം ഇളകിയപ്പോൾ ഇപ്പം എന്തായി? അവിടെ 7,800ഓളം വോട്ടിനെ കുഞ്ഞികൃഷ്ണനെ ജയിപ്പിച്ചില്ലേ? എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ വോട്ട്. ആ കമ്മ്യൂണിസ്റ്റുകാരുടെ 32,000 പേരുടെ വോട്ടല്ലേ മാറിപ്പോയത്? അതേപോലെ ഇവിടെ 44,000 വോട്ടിനാണ് ഇപ്പോൾ ഇരിക്കൂറിൽ ജയിച്ചത്. ആ ഇരിക്കൂറിൽ കോൺഗ്രസ് അവിടെ 10,25,000 വോട്ട് മാറ്റിക്കുത്താനാണോ പണി? അതിൽ കോൺഗ്രസിന് മാത്രമേ വോട്ടുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ ഇരിക്കൂറിലെ ക്രിസ്ത്യൻ വോട്ടുകൾ അടക്കം, അവിടെ ക്രിസ്ത്യാനികൾ ആ വോട്ട് ലക്ഷ്യമാക്കിയിട്ടാണല്ലോ ഉദ്ദേശിക്കുന്നത്. സജി ജോസഫ് വന്നു. അവിടെ കൃത്യമായിട്ട് തന്നെ ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ അവർ കൊണ്ടു നിർത്തുകയും കൃത്യമായിട്ട് അവിടെ ഒരു അട്ടിമറി വിജയം നേടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഒന്നും നമുക്ക് വിലയിരുത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ നമ്മുടെ ഇലക്ഷനിലെ കാര്യങ്ങൾ. കാരണം ജനങ്ങൾ രാജാക്കന്മാരായി നിൽക്കുമ്പോൾ ചതിക്കും വഞ്ചനയ്ക്കും ശക്തമായ തിരിച്ചടി അത്തരം സ്ഥലങ്ങളിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ ഇന്നലെ നടന്ന പ്രകടനം അതിന്റെ സൂചന. ശക്തരായി വൈകാരികമായിട്ടാണ് അവിടുത്തെ ആളുകൾ പൊട്ടിത്തെറിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയത്. സാർ, അത് അവിടെ മാത്രമല്ല, കേരളത്തിൽ മൊത്തം BD സതീശിന് വേണ്ടി ജനം തെരുവിലേക്ക് ഇറങ്ങുന്നു. അതിപ്പോ BD സതീശിന്റെ എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരിക്കുന്നത് BD സതീശൻ പ്രക്ഷോഭം ഉണ്ടാക്കി അധികാരം പിടിക്കാൻ വേണ്ടി ഒരു നറേഷൻ സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെയല്ല. ഒരിക്കലും നിഷ്പക്ഷമതികളായിട്ടുള്ള UDFനെ സ്നേഹിച്ച് അവർക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകൾ BD സതീശൻ അല്ല എന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയായിരിക്കും മുഖ്യമന്ത്രി എന്ന തരത്തിൽ തന്നെയാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിന് വിരുദ്ധമായ ഒരു വികാരം അല്ലെങ്കിൽ ഒരു സമീപനം കേന്ദ്ര കോൺഗ്രസിന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു കാണുമ്പോൾ ശരിക്കും അവർ കേരളത്തിൽ ഇപ്പോൾ UDFന് അനുകൂലമായി വോട്ട് ചെയ്തതിൽ പരിതപിക്കുന്നുണ്ട്. അവരുടെ പ്രതിഷേധം തന്നെയാണ് BD സതീശൻ മുഖ്യമന്ത്രി ആകണം എന്ന് കാണിച്ചുകൊണ്ട് എല്ലാവരും പ്രകടനം നടത്തുന്നത്. അത് ഏതെങ്കിലും ഒരു ഭാഗത്തിന്റെ മാത്രം അഭിപ്രായമായിട്ട് പ്രകടനമായിട്ട് വിലയിരുത്താൻ നമുക്ക് ഒരു കാരണവശാലും സാധിക്കില്ല. ഞാനിത് എല്ലാ സ്ഥലത്തും അന്വേഷിച്ചിരുന്നു. ഈ പ്രകടനം നടത്തിയ ആൾക്കാർ ഏതെങ്കിലും ആരുടെ താല്പര്യപ്രകാരമാണോ അല്ലേന്ന് അറിയാൻ വേണ്ടി എല്ലാ മേഖലയും അന്വേഷണം നടത്തിയപ്പോൾ അതാ അവിടുത്തെ MLA-മാരാണ് എന്നോട് മറുപടി പറഞ്ഞത്. ജയിച്ചുള്ള MLA-മാരാണ്, അല്ല അവരോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ആൾക്കാരാണ് പറഞ്ഞത്, ഞങ്ങളുടെ ഒന്നും നിർബന്ധം ആരെങ്കിലും പ്രേരണ കൊണ്ടല്ല, ഞങ്ങൾ പോലും ഞെട്ടിപ്പോയി ഇങ്ങനെ പ്രകടനം നടത്തിയപ്പോൾ എന്നാണ് അവർ എന്നോട് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം എന്താണ്? സ്വയമേ ജനങ്ങൾ നീതി നിഷേധിക്കപ്പെടുമ്പോൾ
സ്വയം ജനങ്ങൾ രംഗത്തിറങ്ങും. ആ നീതി നിഷേധത്തിനെതിരെ, അതായത് ഒരു തെരഞ്ഞെടുപ്പിലെ ഫലത്തിനെതിരെ കെട്ടിയേൽപ്പിച്ച് അട്ടിമറിച്ച് അതിനെ സ്വയം തട്ടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ജനങ്ങൾ ആരാൾക്കാണോ വോട്ട് ചെയ്തത് ആ ജനങ്ങൾ അവർ വിചാരിക്കും, ആ വിചാരിച്ചതിന്റെ ഫലമായിട്ടാണ് ഇരിക്കൂറിലടക്കം എല്ലാ മേഖലകളെയും ഒരേപോലെ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങി അവര് പ്രവർത്തിച്ചത്. മാത്രമല്ല, നമ്മളെ എല്ലാ മാതൃക എടുക്കേണ്ടത് കുഞ്ഞാലിക്കുട്ടിയുടെയും സാദിഖ് അലി ശിഹാബ് തങ്ങളുടെയും പ്രസ്താവനകളാണ്. ജനവികാരം മറന്നുകൊണ്ട് പോകരുത്, ഇത് ജനവികാരമാണ്. ആ ജനവികാരം മറന്നുകൊണ്ട് അട്ടിമറിക്കാൻ ശ്രമിച്ചാൽ ജനങ്ങൾ അട്ടിമറിക്കും നിങ്ങളെ എന്നുള്ളതാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണ് കെ എം ഷാജിയും പറഞ്ഞിട്ടുള്ളത്. കാരണം ഇവര് പരിണതപ്രജ്ഞരായ നേതാക്കന്മാരുള്ള സ്ഥലമാണ് കേരളം. ഈ ജയിപ്പിച്ച UDF ഘടകകക്ഷിയിലെ നേതാക്കന്മാരും വിവരവും വിവേകമുള്ളവരാണ്. ആ വിവേകമുള്ളത് കൊണ്ടാണ് അവർക്ക് ഇത്രയധികം പിന്തുണ ജനങ്ങളിൽ നിന്ന് കിട്ടിയത്. അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഈ രാഹുൽ ഗാന്ധിക്കും മറ്റുള്ളവർക്കും ഇല്ലെങ്കിൽ എരന്നു വാങ്ങും കേരളത്തിലെ കോൺഗ്രസിന്റെ തകർച്ച. അതോടുകൂടി ഇന്ത്യയിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ വട്ടപൂജ്യമാകും. ആകപ്പാടെ കേരളത്തിൽ മാത്രമാണ് BJP പിടികിട്ടാതെ കിടക്കുന്ന ഒരു സ്ഥലം. ആ സ്ഥലം കൂടെ പോകുമ്പോൾ കർണാടക അവർ നേരത്തെ നേടിയിട്ടുണ്ട്, തെലങ്കാന പൊളിക്കാനുള്ള കാര്യം അവർ താനെ പഠിച്ചോളും. അതോടുകൂടി ഇന്ത്യയിൽ കോൺഗ്രസ് മുക്ത ഇന്ത്യ ഭാരതം എന്നുള്ള സ്വപ്നം പൂർത്തിയാക്കാൻ KC വേണുഗോപാൽ എന്ന ചാരൻ എല്ലാം ചെയ്തു കൊടുക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട്. സ്നാപക യോഹന്നാനെ ഏതെങ്കിലും തരത്തിൽ ഇകഴ്ത്തുന്നതിന് വേണ്ടിയല്ല KC വേണുഗോപാലുമായൊരു ഉപമ നടത്തിയത്. ഒരു കാരണവശാലും ഒരു മതധ്രുവീകരണത്തിനോ ഒരു മതനിന്ദയോ അല്ല നടത്തിയത്. കേവലം ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമാണ് എന്ന് എടുത്തു പറയുന്നു. മാത്രമല്ല, നമുക്ക് KC വേണുഗോപാലിനോടോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോടോ അല്ലെങ്കിൽ VD സതീഷിനോ പ്രത്യേക താല്പര്യമൊന്നുമില്ല. പക്ഷെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള കാര്യങ്ങളിലെ സത്യങ്ങളെ സത്യമായി വിളിച്ചു പറയാനുള്ള ധൈര്യം നമുക്ക് അന്നും ഇന്നും എന്നുമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് VD സതീശനാണ് ഈ 5 വർഷം കേരളത്തിൽ UDF നയിച്ചിവിടെ എത്തിച്ചത്. ആ ആളെക്കെതിരെ ചതി കാണിക്കുമ്പോൾ ജനങ്ങൾ സമ്മതിക്കില്ല എന്നുള്ള കാര്യം ഉറക്കെ വിളിച്ചു പറയാനുള്ള തൻ്റെ ഇടവും ഞങ്ങൾക്കുണ്ട്. സാർ, അത് തന്നെ ഇപ്പോൾ നമ്മൾ ഈ വാർത്ത എടുക്കുന്നതിന് ഏതാനും നിമിഷം മുമ്പ് പത്തനംതിട്ടയിൽ വലിയൊരു പ്രകടനം നടക്കുന്നു. അതൊരു രാഷ്ട്രീയ നൈതികതയാണ്, രാഷ്ട്രീയ നീതിബോധമാണ്, രാഷ്ട്രീയ സദാചാര ബോധമാണ്. അവിടെ പത്തനംതിട്ടയിൽ പ്രകടനം പട്ടാപ്പകൽ ഇപ്പോൾ നമ്മൾ ഈ വാർത്ത എടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് നടന്നിരിക്കുന്നത്. അത് എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ സാമൂഹ്യ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു കൂട്ടായ്മയാണ് അവിടെ VD സതീശന് അനുകൂലമായിട്ട് പ്രകടനം നടത്തിയത്. കോൺഗ്രസ്സുകാരുണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള ഇതര പാർട്ടിക്കാരെല്ലാവരും ഉണ്ട്. അല്ലാണ്ട് കോൺഗ്രസ്സുകാർ മാത്രമല്ല. VD സതീശൻ അനുകൂലികളല്ല ആ പ്രകടനം നടത്തിയിരിക്കുന്നത്. എല്ലാ മാധ്യമങ്ങളും അതിപ്പോൾ റിപ്പോർട്ട് ചെയ്തു. ഒരുപക്ഷെ നമ്മളുടെ ഈ വാർത്ത ടെലികാസ്റ്റ് ചെയ്ത് വരുന്നതിന് മുമ്പ് ഇനിയും പ്രകടനങ്ങൾ ഉണ്ടാകും എന്ന് വേണം മനസ്സിലാക്കാൻ. ഏറ്റവും രസകരമായ കാര്യം, എല്ലാ കാലത്തും സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തുള്ള ആൾക്കാർ സാധാരണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാണ് പിന്തുണ പ്രഖ്യാപിക്കാറുള്ളത്. എന്നാൽ ഇത്തവണ VD സതീഷിന് വേണ്ടി എല്ലാവരും രംഗത്തിറങ്ങിയിരിക്കുന്നു. MN കാരശ്ശേരിയെ പോലുള്ള ആൾക്കാർ കർശനമായ ഭാഷയിലാണ് മുൻപന്തിയിൽ നിന്ന് VD സതീഷിന് വേണ്ടി വാദിക്കുന്നത്. ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളെ അവരെ തള്ളിപ്പറയുന്നത്. എന്തായാലും അടുത്ത നടപടി എന്താവും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. രാഹുൽ ഗാന്ധി കുറെ കൂടി ഉണർന്ന് പ്രവർത്തിക്കും എന്ന് പ്രതീക്ഷിക്കാം. അതിനുവേണ്ടി കാത്തിരിക്കുക.